സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പക്ഷേ അതിനുള്ള മൂലധനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വനിതാ സംരംഭകയാണോ നിങ്ങൾ? എങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ലോൺ, ഈ ലോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇത് പ്രധാനമായും ലഭിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. വനിതാ സംരംഭകർക്ക് അവരുടെ ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ ഫണ്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സോഫ്റ്റ് ലോൺ സ്കീം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 15 ലക്ഷം രൂപ വരെ വനിതാ സംരംഭകർക്ക് ഇത് പ്രകാരം ലോൺ ലഭിക്കുന്നു. ഈ ലോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരുപാട് ബിസിനസ് ലോണുകളും കാര്യങ്ങളെല്ലാം ഇന്ന് ധാരാളമായിട്ട് അവൈലബിൾ ആണ്. നമ്മൾ ഏത് ബാങ്കിൽ ചെന്നാലും ഏത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ ചെന്നാലും നമുക്ക് ബിസിനസ് ലോണുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിന്റെയൊക്കെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 7-8-9% തൊട്ട് 20-25% പലിശ നിരക്ക് ഇവരെല്ലാം ഈടാക്കുന്നുണ്ട്. പക്ഷേ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഈ ഒരു പദ്ധതി പ്രകാരം വളരെ ചെറിയ പലിശ നിരക്കിൽ ലോൺ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് പ്രവർത്തന മൂലധനം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. കൂടാതെ ബിസിനസ് എക്സ്പാൻഷൻ, നമ്മുടെ ബിസിനസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഈ ഒരു ലോൺ നമുക്ക് ലഭിക്കുന്നത്. ശ്രദ്ധിക്കുക, സ്ത്രീകൾക്ക് മാത്രമേ ഈ ഒരു ലോൺ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു റീപേയ്മെന്റ് ടെന്യൂർ എന്ന് പറയുന്നതും, അതായത് തിരിച്ചടവ് കാലയളവ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുകൂടാതെ EMI സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മൊറട്ടോറിയം പീരീഡും ഇതിനകത്ത് ലഭിക്കുന്നു. ഇനി നമുക്ക് പരിശോധിക്കാം ഈ ഒരു സ്കീം പ്രകാരം ലോണിന് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ യോഗ്യതാ മാനദണ്ഡങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ളത് എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റാർട്ടപ്പ്, നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാവണം. കേരളത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഇത് ലഭിക്കുകയില്ല. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു സ്കീം പ്രകാരം ലോൺ ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു വുമൺ ഫണ്ടഡ്, അതായത് ഒരു സ്ത്രീ ഫണ്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് ആവണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ നയിക്കുന്ന ഒരു കമ്പനി ആവണം. അതുകൂടാതെ 50% കൂടുതൽ ഷെയർ ഹോൾഡിംഗ് സ്ത്രീക്കാവണം. മറ്റൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടപ്പ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തതായിരിക്കണം. മാത്രമല്ല ഈ ഒരു കമ്പനി അതിന്റെ ഏർലി സ്റ്റേജിൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രോയിങ് സ്റ്റേജിൽ ആയിരിക്കണം. അതായത് കമ്പനി തുടങ്ങി വളരെ കുറച്ച് കാലമേ ആയുള്ളൂ, അല്ലെങ്കിൽ കമ്പനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കമ്പനി അതിന്റെ ഗ്രോയിങ് സ്റ്റേജിലാണെങ്കിൽ, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ മാത്രമേ ഈ ഒരു ലോൺ ലഭ്യമാവുകയുള്ളൂ. മാത്രമല്ല ബിസിനസിന് എല്ലാ തരത്തിലുള്ള രജിസ്ട്രേഷനും ഡോക്യുമെന്റ്സും ആവശ്യമാണ്. അതായത് GST, PAN തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ലോണിന് അപേക്ഷിക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് ലോൺ ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് SBM ക്രെഡിറ്റ് പേ ക്രെഡിറ്റ് കാർഡ്. UPI ട്രാൻസാക്ഷനുകൾക്ക് അൺലിമിറ്റഡ് ആയി 2% ക്യാഷ് ബാക്കും ഓഫ്ലൈൻ സ്പെൻഡിങ്ങുകൾക്ക് 3% ക്യാഷ് ബാക്കും ലഭിക്കുന്നു എന്നതാണ് ഈ ഒരു കാർഡിനെ മറ്റുള്ള കാർഡുകളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. മറ്റു ക്രെഡിറ്റ് കാർഡുകളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മിനിമം തുകയായി 2000 രൂപ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റും. അതുകൂടാതെ FD എമൗണ്ടിന്റെ 90% നമുക്ക് ഉപയോഗിക്കാനും സാധ്യമാണ്. 5000 രൂപയ്ക്ക് മുകളിലാണ് FD എങ്കിൽ ഇത് ലൈഫ് ടൈം ഫ്രീ ആണ്. ഇതിന് ആനുവൽ ഫീ ഒന്നും വരുന്നില്ല. എന്നാൽ 5000 രൂപ വരെയാണ് FD എമൗണ്ട് എങ്കിൽ ഇതിൽ 199 രൂപ ആനുവൽ ഫീ ആയും 18% GSTയും വരുന്നു. വെറും 6.5% ഇതിന്റെ പ്രതിവർഷ പലിശ നിരക്ക്. അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ള നല്ല കാർഡുകൾ ഉപയോഗിക്കൂ. കാരണം ഇത് UPIയിലും ഉപയോഗിക്കാൻ സാധ്യമാണ്. നിങ്ങളുടെ എല്ലാ ചിലവുകൾക്കുമായി നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കുകയും ചെയ്യാം, മികച്ച റിവാർഡുകൾ നേടുകയും ചെയ്യാം. ഈ സ്കീം സ്ത്രീകൾക്ക് വളരെ സഹായപ്രദമാകുന്ന ഒന്നാണ്. അതായത് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് സ്ത്രീകൾക്കും ഏത് വനിതകൾക്കും ഈ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ പ്രകാരം ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റാർട്ടപ്പ് മിഷനിൽ നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കും. ഏതാനും ചില യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രം മതിയാകും. സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഒരു സ്കീമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് പ്രവർത്തന മൂലധനം ഇല്ലാത്തത് കൊണ്ട് മാത്രം ബിസിനസ് ചെയ്യാതിരിക്കുന്ന ധാരാളം സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വളരെ സഹായപ്രദമാകുന്ന ഒരു സ്കീമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഈ സ്കീം പ്രധാനമായും യൂസ്ഫുൾ ആകുന്നത്, ഉപയോഗപ്രദമാവുന്നത് എന്ന് വെച്ചാൽ, ഹെവി കൊളാറ്ററൽ ഇല്ലാതെ, അതായത് കൂടിയ ജാമ്യം ഒന്നും കൊടുക്കാതെ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ബൂസ്റ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സഹായ പദ്ധതി ആയതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായകമാകുന്നു. ബാങ്ക് ലോണുകളെക്കാൾ എത്രയോ ചീപ്പാണ്, എത്രയോ കുറവാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കുകളെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റാർട്ടപ്പ് മിഷനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരം നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും വളരെ ചെറിയ പലിശ നിരക്കിൽ 15 ലക്ഷം വരെ ലോൺ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗിക്കുന്നതിനുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന് ഇത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മാർക്കറ്റിംഗിനായിട്ട് ഈ ഒരു ഫണ്ട് ഉപയോഗിക്കാം, സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ തുടങ്ങിയ കമ്പനി വിപുലീകരിക്കാനും ഈ ഒരു തുക നമുക്ക് ഉപയോഗിക്കാം. ഇതിനെല്ലാം പുറമെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ ലോണിന് പുറമെ നൽകുന്നു. അതായത് മെന്റർ
മെന്റർഷിപ്പ്, നെറ്റ്വർക്കിംഗ്, ഇൻക്യുബേഷൻ ഇവയെല്ലാമായി ബന്ധപ്പെട്ട ഇതിനെല്ലാം ആവശ്യമായ ഉപദേശം അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നൽകുന്നു. ഇനി എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. startupmission.kerala.gov.in എന്ന് പറയുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവുക. അതിനുശേഷം ഒരു സ്റ്റാർട്ടപ്പ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ കമ്പനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ഫണ്ടിംഗ് സപ്പോർട്ടിന് കീഴിൽ സോഫ്റ്റ് ലോൺ സ്കീം ഫോർ വുമൺ ഓന്റർപ്രന്യൂർസ് എന്ന് പറയുന്ന ഓപ്ഷനായി സെർച്ച് ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഇതിൽ കമ്പനി നെയിം, കമ്പനി ഡീറ്റെയിൽസ്, ആരുടെ പേരിലാണോ അപ്ലൈ ചെയ്യുന്നത്, കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റു ഡോക്യുമെന്റ്സ് ഇതെല്ലാം കൃത്യമായിട്ട് ഫിൽ ചെയ്യുക. അതിനുശേഷം ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമ്പനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ ആൻഡ് GST ഡീറ്റെയിൽസ്, കമ്പനിയുടെ ഉടമസ്ഥയുടെ ID പ്രൂഫും ആധാർ കാർഡും. മാത്രമല്ല ഒരു ബിസിനസ് പ്ലാൻ ആവശ്യമുണ്ട്. ബിസിനസ് പ്ലാൻ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ അവൈലബിൾ ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി ഇത് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അങ്ങനെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. സോ ഇനി എന്തിനാണ് നിങ്ങൾ വൈകുന്നത്? നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷനിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ടിങ് സഹായം ലഭിക്കുന്നതാണ്. വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ വനിതാ സംരംഭകരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഈ ഒരു പദ്ധതി ധാരാളമായിട്ട് ഇന്ന് ആളുകൾ അവൈൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു പദ്ധതി പ്രകാരം ലോൺ എടുത്തുകൊണ്ട് ബിസിനസ് ആരംഭിച്ച് സക്സസ്ഫുൾ ആയ കഥ നമുക്ക് ധാരാളമായിട്ട് അറിയാം. നിങ്ങൾക്കും അവരിൽ ഒരു ഭാഗമാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പദ്ധതി പ്രകാരം നിങ്ങൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാം. വൈകേണ്ട യാതൊരു കാര്യമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റായും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ബോസ്വാല മലയാളം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.